ആറളം അമ്പലക്കണ്ടിയിൽ ആരംഭിക്കുന്ന കൊന്നയ്ക്കാമണ്ണിൽ ബാലൻ സ്മാരക മന്ദിരത്തിലെ ഗ്രന്ഥാലയത്തിലേക്ക് പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനായി CPI പ്രവർത്തകർ പുസ്തകയാത്ര സംഘടിപ്പിച്ചു. അമ്പലക്കണ്ടിയിൽ 15-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കൊന്നയ്ക്കാമണ്ണിൽ ബാലൻ സ്മാരക മന്ദിരത്തിന് തുടക്കം കുറിക്കുന്ന മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പേരിൽ ആരംഭിക്കുന്ന ഗ്രന്ഥാലയത്തിലേക്ക് പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനായി CPI പ്രവർത്തകർ പുസ്തകയാത്ര സംഘടിപ്പിച്ചു. ആറളം പഞ്ചായത്തിലെ പുതിയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പുസ്തകയാത്ര പായത്ത് സമാപിച്ചു. പുസ്തകയാത്രയുടെ ഉദ്ഘാടനം CPI ജില്ലാ കൗൺസിൽ അംഗം KP കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KT ജോസിന്റെ വീട്ടിൽ നിന്നും മകൾ ആൽഫിയ K ജോസും ഭർത്താവ് ഡോക്ടർ മനുവും ചേർന്ന് പുസ്തകങ്ങൾ കൈമാറി. ചടങ്ങിൽ ശങ്കർ സ്റ്റാലിൻ അധ്യക്ഷനായി. PK സന്തോഷ് സ്വാഗതം പറഞ്ഞു. KB ഉത്തമൻ, നിമൽ മനോജ്, PK കുഞ്ഞുമൊയ്തീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 15-ന് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിക്കും. അച്യുതമേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം ആനി D രാജയും നിർവഹിക്കും. അമ്പലക്കണ്ടിയിൽ സഖാവ് ബാലേട്ടൻ്റെ സ്മാരകമായി നിർമ്മിക്കുന്ന കെട്ടിടത്തോടനുബന്ധിച്ച് സഖാവ് അച്യുതമേനോന്റെ നാമധേയത്തിൽ ഒരു ലൈബ്രറി തുടങ്ങുകയാണ്. ഞാൻ ആലോചിച്ചത്, അമ്പലക്കണ്ടിയിലാണ് അച്യുതമേനോന്റെ പേരിൽ ലൈബ്രറി തുടങ്ങുന്നതെന്നാണ് ആലോചിച്ചപ്പോൾ തികച്ചും ഉചിതമായ തീരുമാനമായിരുന്നുവെന്ന് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് കൃഷിഭൂമി കൃഷിക്കാരന് കൊടുത്ത കേരളത്തിലെ ഉന്നതനായ മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റ് സഖാവ് അച്യുതമേനോൻ ആണ് അമ്പലക്കണ്ടിയിലെ കൃഷിക്കാർക്ക് കൈവശ ഭൂമി പതിച്ചു കൊടുത്തത്. അതുകൊണ്ട് അച്യുതമേനോന്റെ പേരിൽ തന്നെ ലൈബ്രറി ആരംഭിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ലൈബ്രറിക്ക്